വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് സമസ്ത സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. വഖഫ് സ്വത്തുക്കളുടെ വലിയ ഭാഗം സർക്കാർ സ്വത്താക്കി മാറ്റുന്നതിനാണ് വഖഫ് ബില്ലെന്ന് സമസ്ത നൽകിയ ഹർജിയിൽ പറയുന്നു. മുസ്ലിം സമുദായത്തിന്റെ ഇഷ്ടാനുസരണം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ലംഘിക്കപ്പെടുമെന്നും നിയമം കോടതി റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. വഖഫ് ബോർഡുകളെ ദുർബലപ്പെടുത്തുമെന്നും വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്തുക്കളായി മാറുമെന്നും ഹർജിയിൽ സമസ്ത ചൂണ്ടിക്കാട്ടുന്നു. അഭിഭാഷകൻ സുൽഫിക്കർ അലിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. അതേസമയം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് നാളെ സുപ്രീം കോടതിയിൽ ഹർജി നൽകും. നിയമം ഭരണഘടനാ വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവുമാണെന്നാണ് ലീഗിന്റെ ആരോപണം. ലീഗിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരാകും. ഹാരിസ് ബീരൻ മുഖേനയാണ് ഹർജി നൽകുന്നത്. വഖഫ് നിയമ ഭേദഗതി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചതോടെ ബിൽ നിയമമായി. വിജ്ഞാപനത്തിലൂടെ നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതി സർക്കാർ അറിയിക്കും. 1995 വഖഫ് നിയമമാണ് ഭേദഗതി വരുത്തിയത്. ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ബിൽ പാർലമെന്റിലെ ഇരുസഭകളിലും പാസ്സായത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെയും വിവിധ മുസ്ലിം സംഘടനകളുടെയും കടുത്ത എതിർപ്പിനെ തുടർന്ന് ബിൽ സംയുക്ത പാർലമെന്റ് സമിതിക്ക് വിട്ടു. BJP നേതാവ് ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള JPC 2 മാസത്തെ ചർച്ചകൾക്ക് ശേഷം ഏപ്രിൽ 2 പരിഷ്കരിച്ച ബിൽ അവതരിപ്പിച്ചു. ഏപ്രിൽ 3 ഏകദേശം 12 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ബിൽ ലോക്സഭയിൽ പാസായി. 288 പേരാണ് സഭയിൽ ബില്ലിനെ പിന്തുണച്ചത്. 232 പേർ ബില്ലിനെ എതിർത്തും വോട്ട് ചെയ്തു. ഏപ്രിൽ 4 രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം 128 പേരുടെ പിന്തുണയോടെ അവിടെയും ബിൽ പാസ്സാവുകയായിരുന്നു.